ഏയ് ഇത് സംഭവം എന്താന്ന് വെച്ചാല് അത്ര വലുതായിട്ടൊന്നുമില്ല. കേളടി ഒരു 4 കുട്ടികളും ഒരു അമ്മൂമ്മയും കാട്ടിലാണ് കഥ നടക്കണം. അപ്പൊ അമ്മയില്ലേ? ഇല്ല ഈ കഥയിൽ അമ്മയില്ല. അതായത് ഈ കുട്ടികളെല്ലാം അവരുടെ ചെറുപ്പത്തിലേ ഈ അമ്മൂമ്മ തട്ടിക്കൊണ്ട് വന്നതാണ്. എന്നിട്ട് കാട്ടിയിട്ട് വളർത്തുന്നത്. വളരെ ക്രൂരവും മൃഗീയവുമായ സ്വഭാവമാണ് ഈ അമ്മൂമ്മയുടെ. ഈ പിള്ളേർ അമ്മൂമ്മയ്ക്ക് ഒരു അടിമയെ പോലെയാണ്. എന്തൊരു സ്വഭാവമാണ് അമ്മൂമ്മയുടെ. പിള്ളേരൊക്കെ ദ്രോഹിക്കാൻ പാടൂ. പിള്ളേര് തിരിച്ചാല് എമ്മന്റെ മണി കൊടുക്കും. നല്ല കിണ്ണം കാച്ചി പണി കൊടുക്കും. അമ്മ ഓടുവോ? കണ്ടം വഴി ഓടും. അത്രയും കിടക്ക് പണിയാണ്. ഓഹോ, കൊച്ചുമക്കളെല്ലാം കൂടെ അമ്മൂമ്മയെ കണ്ടം വഴി ഓടിക്കാനിരിക്കുവോ അല്ലയോ? ബാക്കി പറയാം. എന്ത് പണി കൊടുക്കുന്നത്? എനിക്ക് സമാധാനമായിട്ടിരിക്കും പാടൂ. നമുക്ക് നല്ല 8ന്റെ പണി കൊടുക്കാം. ഇനിയിപ്പോ ചേട്ടൻ പറഞ്ഞിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ചേച്ചി പറഞ്ഞുതരാം. ഓ, മരുമോളും അകത്തുണ്ട്. ഇത്ര നേരം അവനല്ലേ പറഞ്ഞേ, ബാക്കി അവൻ തന്നെ പറഞ്ഞോളും കേട്ടാ. നീ പറ. ആര് പറഞ്ഞാലും വൃദ്ധയുടെ അമ്മൂമ്മനെ പറപ്പിക്കണം. പറപ്പിക്കാവടി, പറപ്പിക്കാം. ഈ ഭവാനി ആരാന്നേ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ ഒരു കാര്യം എല്ലാം കൂടെ നടി ഉണ്ടാക്കുന്നതിലും ഭേദം ചേച്ചനെ പറ. ഓ വേണ്ട, നീ തന്നെ പറഞ്ഞാൽ മതി. പറഞ്ഞിട്ട് പോയാൽ മതി. ചേട്ടാ നീ പറഞ്ഞാൽ മതി. വെറുതെ ഒരു തല്ലുണ്ടാക്കിയില്ലെങ്കിൽ എന്തോ മനസ്സിന് വിഷമമുള്ള ദിയ ചേച്ചി. ഒരു മനസ്സുഖം. ഞാൻ കഥ പറയാൻ പോവാണ്. ഉണ്ടായിരുന്നു കേട്ടോണം കേട്ടല്ലേ? റെഡി. സസ്പെൻസ് പറയട്ടാ. എന്തായിരുന്നു സസ്പെൻസ്? എന്നാ കേട്ടോ. എന്ത് പറ്റി പെട്ടെന്ന്? ഇത്ര നേരം കുഴപ്പമുണ്ടായില്ലല്ലോ. എന്ത് പറ്റിയമ്മ? എന്താ പറ്റാനാ? അല്ല അമ്മ എന്താ ഇങ്ങനെ ചൂടാവണത്? എന്തോ അതിന് നിനക്ക് ഞാൻ വല്ല അടയ്ക്കണോ? ചൂടാവുന്നതിന് വെറുതെ കരടച്ച് പൈസ നിങ്ങളേണ്ട, വിലപ്പെട്ട പൈസ അല്ലേ, എടുത്തു വെച്ചേക്ക്. മോ എന്തുവാ എന്താ മാ ദേഷ്യപ്പെടണത് വെറുതെ? അല്ല നിനക്ക് തന്നെ ഇവിടുന്ന് പറപ്പിക്കണോ? അമ്മ പോലെ കാക്ക കിളിയെ പോലെ ഓടാ പറപ്പിക്കാനായിട്ട്. പോക്കെ എന്ന് പറയും. അല്ല നിനക്ക് അങ്ങനെ തോന്നും, അങ്ങനെ പറപ്പിക്കണമെന്നൊക്കെ തോന്നും. ഇപ്പൊ നിനക്ക് അതൊക്കെ തോന്നും. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അച്ഛനായിട്ട് വഴക്കിട്ടാ? പിന്നെ എനിക്ക് എപ്പോഴും അതല്ലേ ജോലി, അച്ഛനായിട്ട് വഴക്കിട്ടോണ്ടിരിക്കില്ലയോ? അതാണല്ലോ ജോലി, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അച്ഛനായിട്ട് വഴക്കിടുക, പിന്നെ എന്നോട് വഴക്കിടുക, പിള്ളേർ കലിപ്പാണല്ലേ? എൻ്റെ അടുത്തും അങ്ങനെയായിരുന്നു. കാര്യം ചോദിച്ചിട്ട് പറയണമെന്നില്ല. എന്ത് പറ്റിയ അമ്മൂമ്മ? അയ്യോ എന്ത് പറ്റിയ അമ്മൂമ്മ? എല്ലാത്തിനും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴല്ലേ മനസ്സിലായത്? എന്ത് മനസ്സിലായി? മകനെ ഫോൺ വിളിച്ചല്ലേ ശ്രീരാജേട്ടനെ? അയ്യോ അവനൊക്കെ എത്രയോ ഭേദമാ. അപ്പൊ കുട്ടുമാമനായിട്ട് അടി ഉണ്ടായി കാണും. കുട്ടിമാമിനുമായിട്ടൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ ആരെങ്കിലും പ്രശ്നമുണ്ടോ? അറിഞ്ഞിട്ടിപ്പോ എന്താ വേണം? അമ്മൂമ്മ എന്താ ഹെൽപ്പായിരിക്കുവാണ്. എന്താ കൊച്ചമ്മൂമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞാനോട്ടെന്ത് പ്രശ്നം? ഇന്നത്തെ ദിവസം ഞാൻ ഇപ്പഴാ അമ്മൂമ്മയെ കാണുന്നതന്നെ. ഇപ്പൊ കണ്ടല്ലോ. ഓ അപ്പൊ അതൊന്നും അല്ല കാര്യം. കുഴപ്പമില്ല, കുറച്ചപ്പോ അമ്മ പറഞ്ഞോളൂ. നിങ്ങൾ ഫുഡ് കഴിക്കും പിള്ളേരെ, ഭക്ഷണം തരാം. എനിക്ക് ഇവിടെ ആരോടും ഒന്നും പറയാനില്ല. എന്താ വേണ്ടുന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മൂമ്മ പോവാണോ? എന്നെ ഇവിടുന്ന് കെട്ടിക്കടിക്കാനല്ലേ എല്ലാവർക്കും താല്പര്യം. എന്റെ പൊന്നെ ശിവ, ഒന്നും മിണ്ടാതെ ഇരിക്കേ. പറയുന്നതിന് മറുപടി അല്ല പറയണോ കുറെ നേരം കൊണ്ട്. നിങ്ങൾ കഴിക്കേ, ചെല്ലി കഴിക്കേ. എല്ലാത്തിനും വാരി കൊടുക്കും, വയറ് നിറച്ച് വാരി കൊടുക്കും. ശരിക്കും ഈ അമ്മൂമ്മക്ക് എന്ത് പറ്റിയമ്മ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീയൊക്കെ വഴക്കിട്ടാ അമ്മൂമ്മ എടുത്ത്? ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കില്ലല്ലോ. കുറച്ച് മുമ്പ് പാറക്കുട്ടിക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ്. ഇത്രേ ഉള്ളൂ. എന്നാ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയും. അല്ലെങ്കിൽ നമുക്ക് അച്ഛനെ വിളിച്ച് ചോദിക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. മാറിക്കാൻ കൊണ്ട് മാറുന്നു. വെറുതെ രാവിലെ തന്നെ മൂട് കളയാനായിട്ട് അമ്മ വരും. ഹൈമോദി, ഹൈമാ, ഭവാനിയമ്മ ഇരിക്കേ. എന്തൊക്കെയാ, സുഖം തന്നെയാ? സുഖം തന്നെ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണേ. ഭവാനിയമ്മേ, ഹൈമവതി എന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഭവാനിയമ്മ എത്തിയിട്ടുണ്ടെന്നല്ലേ. റാം, എന്തോ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്നാ പറയൂ. ഹൈമ കേൾക്കണം. രാംകുമാറേ, ഞാനേ എൻ്റെ ഈ കാലിൻ്റെ മുട്ടുപോലും വയ്യാതെ ഞാൻ അവിടുന്ന് വരുന്നത് എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടെ 2-3 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പം നിന്നത് ബാലു ഇവിടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ദിവസം നിന്നെന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം പ്രശ്നം എന്താണ്? പറയുന്നോണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ കൊച്ചിനോട് മര്യാദയ്ക്ക് അടങ്ങിയിരിക്കാൻ പറഞ്ഞോണം. ആര്? ദിയയോ? പിന്നല്ലാതെ ആര്?
അല്ല ഇപ്പൊ എന്താ സംഭവിച്ചത്? പ്രശ്നം എന്താണ്? അതെ, എൻ്റെ കൊച്ചുമക്കളുടെ കൂടെ കൂടിക്കൊണ്ട് എന്നെ ഇവിടുന്ന് പറപ്പിക്കണമെന്ന്. എൻ്റെ ഈശ്വര, ദിയയാ. അല്ലെങ്കിൽ ഞാൻ അവളോട് എപ്പോഴും പറയാറുണ്ട്, അവൾ ഇങ്ങനെ പറഞ്ഞ അനുസരിക്കില്ല. എന്ത് ചെയ്യാനാ ഭവാനിയമ്മേ? അല്ല ഭവാനി അമ്മ ഇവിടുന്ന് പറ ഉറപ്പിക്കാനാ? ആ, അത് എന്നെ ഇവിടുന്ന് എങ്ങനെ കെട്ടുകെട്ടിക്കണമെന്നുള്ളത് എൻ്റെ കൊച്ചുമക്കളും നിങ്ങളുടെ മോളും കൂടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. ഈശ്വരാ, ഞാനോ ബാലുവോ നീലുവോ ആ കൊച്ചിനോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് അത് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അല്ല ആക്ച്വലി അവള് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞാ, ആ വീട്ടിൽ സ്വന്തം മോളെ പോലെയാണ് അവള് നോക്കുന്നതെന്നാണ്. ആണല്ലോ. എന്നിട്ട് എന്തിനാ അവൾ എന്നെ ഇവിടുന്ന് പറപ്പിക്കാൻ നോക്കുന്നത്? നോക്ക് ഭവാനിയമ്മ, നിങ്ങൾ ടെൻഷൻ ആവല്ലേ, നിങ്ങൾ കൂളാവും, സമാധാനിക്ക്. ഞാൻ രാമും കൂടെ നമ്മൾ കണ്ട് പറഞ്ഞ് മനസ്സിലാക്കാം. ഒന്ന് സമാധാനം പറയാമോ? അല്ല ഉറപ്പായിട്ട് നമ്മൾ അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. പിന്നെ ഞാനിത് ഇവിടെ വന്ന് പറഞ്ഞുണ്ടല്ലോ, പറയണ്ടെന്ന് ആദ്യം വിചാരിച്ചതാ. എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സാരമില്ല, നിങ്ങൾ ടെൻഷൻ ആവണ്ട, നമ്മൾ പരിഹാരം ഉണ്ടാക്കാം. അതെ ഭവാനി അമ്മ സമാധാനമായിട്ട് പോ. നമ്മളൊന്ന് സംസാരിച്ച് നോക്കിയിട്ട് കാര്യം എന്താ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആ, നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഉറപ്പായിട്ടും സമാധാനമായിട്ട് പോയിട്ട് വാ. ടെൻഷൻ ആവണ്ട കേട്ടോ. ഓ രാം, പാവം തോന്നുന്നു. നിങ്ങൾ അവളെ വിളിച്ചിങ്ങോട്ട്. അല്ല അവളെ വിളിക്കുകയൊക്കെ ചെയ്യാ. ഇപ്രാവശ്യം സംസാരിക്കുമ്പോൾ കാര്യമായിട്ട് പറയാനുണ്ടോ? ആ ഭവാനി അമ്മ എന്ത് വിഷമിച്ചിട്ടാ പോയത്? ആ വിഷമം ഞാനും കണ്ടോണ്ടല്ലേ പറഞ്ഞു. അവളൊന്ന് വിളിക്ക്, രണ്ടിലൊന്നും തീരുമാനിക്കണം. നിങ്ങളതേ ചിരിച്ചോണ്ട് നിൽക്കരുത്, എന്നാലും ശരിക്കും അവൾക്ക് പറഞ്ഞോളൂ. അവളെ പറഞ്ഞ് വിലക്കണം. അച്ഛാ, അച്ഛനമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇന്ന്? വിളിച്ചോ? അല്ല അന്നേരം രണ്ടുപേരും കൂടെ വഴക്കിടുക വല്ലതും ചെയ്തായിരുന്നോ? ഇല്ലേ? അല്ല അമ്മ ഭയങ്കര ദേഷ്യം ഇവിടെ എല്ലാവരോടും. ആ അല്ല കാര്യം ചോദിച്ചിട്ട് പറയണില്ല. അല്ല ഞാൻ ശ്രീരാജേട്ടനെ വിളിച്ച് ശ്രീകുട്ടനെ വിളിച്ച് ചോദിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ. അപ്പോൾ അവരോട് പ്രശ്നമൊന്നുമില്ലെന്നാ പറയണേ. ആ വട്ടായിരിക്കുമെന്നാ അമ്മ കേൾക്കണ്ട കേട്ടോ. ശരി ശരി ശരി. ആ ഞാൻ ചോദിക്കാം. ഓ എന്താ ഒരു മൈൻഡ് ഇല്ലാണ്ട് പോണ എന്താ? എന്താ നിന്നെ ഇനി സല്യൂട്ട് അടിക്കാം? സല്യൂട്ട് അടിക്കണ എന്തിനാ? നീരെന്തിനാ ഇപ്പൊ കിടന്ന് വിളിക്കുന്നേ? അച്ഛനാ ഇന്നല്ലാതാരാ? ഹലോ, എനിക്ക് ചൂടൊന്നുമില്ല. ആര് പറഞ്ഞു? ഓ ഉടനെ വിളിച്ചങ്ങ് പറഞ്ഞോ? ആ ഞാൻ ചൂടാവാതിരിക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് പറമ്പിൽ പണിയൊന്നുമില്ലേ? ആ എന്നാൽ അത് ചെയ്യേ. ശരി, എന്തെങ്കിലും പറഞ്ഞ ഉടനെ എന്നെ വിളിച്ച് ചോദിക്കാനിരിക്കുക. എന്താ ഉടനെ വിളിച്ചങ്ങ് പറഞ്ഞു കൊടുത്തില്ലയോ? പിന്നെ എനിക്ക് അച്ഛനോട് ചോദിക്കണ്ടേ പിന്നെ? എന്നിട്ട് വല്ലതും വിവരം വല്ലതും കിട്ടിയോ? ഇല്ലമ്മ, ഒന്നും കിട്ടിയില്ലമ്മ. ഒന്നും പറഞ്ഞില്ല അച്ഛൻ. എന്താ പ്രശ്നം ശരിക്കും? എനിക്ക് 1900 പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നിന്നോട് പറയാൻ പറ്റുമോ? 1900 പ്രശ്നങ്ങളാ? ഇതെങ്ങനെ കൊണ്ടുനടക്കണം ഇത്രയും പ്രശ്നങ്ങൾ? ഒരു പ്രശ്നം പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ പ്രശ്നം ഒന്ന് പറഞ്ഞുതരുമോ? എനിക്ക് പറയാനിപ്പം മനസ്സില്ല. ഞാൻ അവിടെ ഇരിപ്പുണ്ട്. അമ്മ ഓഫീസിൽ പോകാനാണോ? അല്ലേ? ആ ഞാൻ പോരാ. ഇല്ല ഞാൻ അപ്പുറത്ത് വരെ പോയിട്ടില്ല, മമ്മി വിളിച്ചു. എന്നാ പോയിട്ടോ. മുമ്പ് തണുത്താ? ആ തണുത്തു. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ പോണ്. വരാറില്ലേ? പോയിക്കോ. മമ്മി വിളിച്ചതല്ലേ, പോയി വിവരം എന്തോന്ന് അറിഞ്ഞിട്ട് വാ. ആ പോവാ. മോ എന്താ ഒന്നും കൂടെ ഫ്രിഡ്ജിൽ കയറി ഇരിക്കാൻ പറ്റുമോ? എന്തിനാ? അല്ല തണുത്തത് പോരാ, കുറച്ചും കൂടെ തണുക്കാണ്ട്. എന്റെ പൊന്നോ, ഏയ്, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു സ്ട്രോങ് ആയിരിക്കും. ഞാൻ എപ്പോഴും സ്ട്രോങ് ആണ്. അതേ നീ കറക്റ്റായിട്ട് സംസാരിക്കേ. ഞാൻ അവളെ ചാടി കടിക്കാനല്ല പറഞ്ഞത്, വരുമ്പോ തെളിച്ചൊന്ന് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മമ്മി വരാൻ പറഞ്ഞേ. ഒഴിക്കേ. അതെ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ ആ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന്? അതിന് ഞാനവിടെ എന്താ പ്രശ്നം ഉണ്ടാക്കി? നീയും ഭവാനി അമ്മ എന്തെങ്കിലും പ്രശ്നം ഇല്ലാണ്ടാണ് ആ ഭവാനി അമ്മ ഇവിടെ വന്ന് പരാതി പറഞ്ഞത്? ഉമ്മ ഒന്ന് പരാതി പറഞ്ഞാ? ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല. എന്തോന്ന്? എന്റെ ദിയ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. എടി, ആ ഭവാനി അമ്മ അവിടെ വന്ന് കുട്ടികളെ കാണുകയോ മിണ്ടുകയോ 2 ദിവസം നിൽക്കുകയോ എന്തോ ചെയ്തോളൂ. നിനക്കെന്താ അവരോട് വൈരാഗ്യം? വല്ല പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ? അമ്മുമ്മ വന്ന് നിൽക്കോ, പിള്ളേരെ കാണുമോ, മക്കളെ കാണുമോ, അപ്പൂപ്പനെ കൊണ്ട് വരുമോ, എന്തുവേലും ചെയ്യണം. ഞാൻ എന്താ വേണം? എനിക്കെന്ത്? ആണല്ലോ, പിന്നെ നിനക്ക് എന്ത്? എനിക്കൊന്നുമില്ല. റാം, അവള് നുണ പറയണതേ. ഇവളെ പോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു പെണ്ണ് വേറെ ഉണ്ടാവില്ല. നീ ആ ഭവാനി അമ്മയെ പറഞ്ഞു വിടാൻ വേണ്ടി വല്ല പ്ലാൻ ചെയ്ത? ഞാൻ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. കൊള്ളം പറഞ്ഞു നോക്കിയോളൂ. എടി, ആ ഭവാനി അമ്മ പാവം ആയതുകൊണ്ടാ ഇവിടെ വന്ന്
ഞങ്ങളോട് വിഷമം പറഞ്ഞു, ആ നീലുവിനോടും പോലും പറയാണ്ട്. അതും നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവര് പറഞ്ഞത്. സങ്കടം തോന്നിപ്പോയി. അമ്മൂമ്മക്ക് വട്ടാ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് വട്ട, അവർക്ക് വട്ട, എല്ലാവർക്കും വട്ട. നിനക്കിടയും വെച്ചിട്ട് നീ ഇന്നലെ കുട്ടിയോട് പറഞ്ഞില്ലേ എനിക്ക് വട്ടാന്ന്? പറഞ്ഞില്ലേടി? ദേ ഇതുവരെ ഞാൻ ആ പിള്ളേരോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. മമ്മി ഈ സംഭവം ഞാൻ അവരോടെല്ലാം പറയും മമ്മിക്ക് വട്ടാന്ന്. പപ്പ മമ്മ അങ്ങോട്ട് ഷോക്ക് അടുപ്പിക്കേ. നിർത്ത്. നീ പറഞ്ഞ സത്യമാണോ? എന്താ മമ്മ അങ്ങോട്ട് ഷോക്ക് അടുപ്പിക്കണമെന്നാ? ഷോക്ക് അടുപ്പിക്കണം. സോറി, മാറിപ്പോയതാണ്. നിന്റെ അടുത്ത് ചോദിക്കണേ ആൻസർ പറ. നീയോ ആ ഭവാനി അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ പപ്പ ഒരു പ്രശ്നവും ഇല്ല. ശരി, ആ ഭവാനി അമ്മയെ പറഞ്ഞു വിടാൻ നീ പ്ലാൻ ചെയ്തോ? ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വട്ടാണ്. ഇവള് സ്വന്തം അനാഥ എന്ന് പറഞ്ഞ കള്ളിയാണ് ഇവള്. അവളെ വാക്കുകൾ നിങ്ങൾ ഇരുന്നോ? മമ്മി ഞാനിപ്പോ കള്ളത്തരം പറയത്തില്ല കേട്ടോ. നിങ്ങളോടൊക്കെ ഞാൻ സത്യം ചെയ്താലേ കള്ളം പറയില്ലോ. ഞാൻ സത്യം മാത്രമേ ഇപ്പൊ പറയത്തുള്ളൂ. പപ്പ പറഞ്ഞു കൊടുക്ക്. എന്ത് പറയാ? അവളെ വാർത്ത കള്ളേ പറയുള്ളൂ. നിർത്ത്. ഇതെന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. റാം, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗും അല്ല. എവള് വല്ല ഒപ്പിച്ചിട്ടുണ്ടാവും. ഈ മമ്മിക്ക് എന്നെക്കാളും വിശ്വാസം അവിടുത്തെ ഭവാനി അമ്മൂമ്മയാ. ആടി നീ കള്ളിയാ. നീ വാർത്ത കള്ളം മാത്രമേ പറഞ്ഞു. എനിക്ക് നിന്നെക്കാളും വിശ്വാസം ഭവാനി അമ്മ അവളുടെ എല്ലാവരുമാണ്. എന്നെ കള്ളിനെ വിളിച്ചോണ്ടല്ലോ മമ്മി. വിളിക്കോടി, നീ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും കൂടി ചണ്ട കൂടും. എന്നിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം അവിടെ പോയി സംസാരിക്കണോ വേണ്ടത്. അവള് പറഞ്ഞിട്ടില്ലേ? പപ്പ മമ്മി പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾക്ക് അവള് പറഞ്ഞു കേട്ടില്ലേ? Stop it! Stop it! ഇനി ഒരൊറ്റ അക്ഷരം ഞാൻ ചോദിക്കാതെ മുണ്ടിപ്പോരുത്. ആൻസർ ഓൺലി മൈ ക്വസ്റ്റ്യൻസ്. Is it clear? Is it clear? Yes, പപ്പ. Clear? Yes, Ram. നീയും ആ ഭവാനി അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ പപ്പ, എനിക്ക് അമ്മൂമ്മയായിട്ട് ഒരു പ്രശ്നവുമില്ല. അമ്മൂമ്മ അവിടെ ഓൾറെഡി കലിപ്പിലായിരുന്നു. ഞാൻ അടുക്കള ചെയ്തപ്പോ നീലു അമ്മയോടും പിള്ളേരോടും ഒക്കെ കലിപ്പിലായിരുന്നു. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒന്നെങ്കിൽ നീ പറഞ്ഞത് ഭവാനി അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നീ പറഞ്ഞത് ഭവാനി അമ്മ റോങ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. എന്റെ പപ്പ, അതിന് ഞാൻ ഇന്നത്തെ ദിവസം വാ തുറന്നൊന്നും മിണ്ടിയിട്ടില്ല. അത് ശരി. അപ്പൊ ഇത് ഞാൻ തന്നെ ഒന്ന് ഇടപെട്ടിട്ട് പോയി ഒന്ന് കൺഫ്യൂഷൻ മാറ്റണം. ഹലോ, ആര്? നിങ്ങൾ പോയിട്ട് കൺഫ്യൂഷൻ മാറ്റാനാ? പിന്നെ അല്ലാതെ ഞാൻ തന്നെ പോയി ചെയ്യണം. നിങ്ങൾ കൺഫ്യൂഷൻ മാറ്റി വരുമ്പോൾ നിങ്ങളുടെ മോളുടെ താമസം ഇങ്ങോട്ട് സ്ഥിരമായിട്ട് മാറ്റേണ്ടി വരും. അപ്പൊ അത് മമ്മി പറഞ്ഞതിനും കാര്യം. ആണുമോളെ പറഞ്ഞു കൊടുക്ക്. അത് ശരി. ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം നോക്കി നടത്തുന്ന എനിക്ക് ഒരു സാധാരണ കൺഫ്യൂഷൻ മാറ്റാൻ പറ്റില്ല എന്നല്ലേ? ഹലോ, നിങ്ങളുടെ ഈ സാമ്രാജ്യങ്ങളിൽ ഒറ്റക്ക് ഉണ്ടായൊന്നുമല്ല, എന്റെയും കൂടെ കൈവാ. ഞാനും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ നല്ല രീതിക്ക് പോകുന്നത്. ശരിയാണ്. ഞാൻ ഒരു കഴിവില്ലാത്തവനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. നിങ്ങൾ എന്നെ പോയി സോൾവ് ചെയ്യും. അതെ, ഞാൻ അമ്മൂമ്മയായിട്ടില്ല പ്രശ്നം. ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം, ആരും വരണ്ട. അയ്യോ, എന്റെ പൊന്നുമോളെ, നീ പോകണ്ട. നീ പോയ ഇതിലും വലിയ പ്രശ്നമാവും. അതിന് നല്ല റാം തന്നെ പോകുന്നയാ. മമ്മി എന്താ പറയുന്നേ? എനിക്ക് പപ്പയ്ക്ക് ഒരു കഴിവില്ലെന്നാ. എന്നിട്ട് കാണിച്ച് മമ്മി തന്നെ പോയി സോൾവ് ചെയ്യും. വലിയ കഴിവുള്ള ആളല്ലേ? ആടി, എനിക്ക് കഴിവുണ്ട്. എന്റെ കഴിവ് കാണിച്ചു തരാം. രണ്ടാളും ഇവിടെ നനങ്ങണ്ട. ഞാൻ തന്നെ പോയത് കാര്യം സോൾവ് ചെയ്തോളാം. ആ ബെസ്റ്റ്. ഞാൻ പോയാൽ ദിയ ചിലപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. നീ പോയപ്പോ പറഞ്ഞാലേ നമ്മൾ 3 പേര് നാടേ വിട്ട് പോകേണ്ടി വരും. എന്ത് പണിയും ചെയ്തോ? റാം, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനത്തെ വർത്തമാനം സംസാരിക്കരുത്. ശരിയല്ല, നീ പോയി മൊത്തം നിർത്തോ. പിന്നെ ആദ്യം എന്റെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് തുടങ്ങ്. വന്നേ, നമുക്ക് പോയി സോൾവ് ചെയ്തിട്ട് വരാം അല്ലേ? ഓ, അത് കഴിഞ്ഞ് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് കാണാം. ആ കാണാം, അത് തന്നെ. 24 മണിക്കൂറും ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾക്കൊന്നും പഠിക്കാനൊന്നുമില്ലേ? അതൊക്കെ പഠിച്ചു കഴിഞ്ഞ അമ്മൂമ്മ. ഒരുപാട് പഠിച്ചാൽ കുഴപ്പമായത്. അമ്മൂമ്മേ, അമ്മൂമ്മ പോ, നമുക്ക് പിന്നെ വഴക്കൂടാം. എന്തോന്നാ? അമ്മൂമ്മേ, സിനിമയുടെ ക്ലൈമാക്സ് ആവാറായി. ഇതാ പഞ്ചിരുന്നിരുന്ന് കണ്ടോട്ടെ. അമ്മൂമ്മ ചെല്ല്, നമുക്ക് പിന്നെ വഴക്കൂടാന്ന്. എന്തോന്നാടി? ഞാൻ നിന്നോട് വഴക്കിടാണ്ടിരിക്കുവാന്നാ നീ വിചാരിച്ചേക്കുന്നേ? അമ്മൂമ്മ, ഞങ്ങൾ ഉദ്ദേശിച്ച അങ്ങനല്ലെന്ന്. നീ ഉദ്ദേശിച്ചൊക്കെ എനിക്ക് മനസ്സിലായി. ഇത് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്ന കാര്യം. നീലുവേ, നീലു. എന്ത്? എന്താ? എടി, ഞാനൊരു അധികപ്പറ്റാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതാണ് അമ്മയുടെ പ്രശ്നം ഇപ്പോൾ. നീ ചോദിച്ചതിന് മറുപടി പറ. തോന്നുന്നുണ്ടോ ഇല്ലയോ? എനിക്കത് പറ്റല്ല. ആ, എന്നാ നിന്റെ മക്കൾക്ക് അധികപ്പറ്റായിട്ട് തോന്നുന്നുണ്ട്. അവരങ്ങനെ പറഞ്ഞോ? ആ, അങ്ങനെ പറഞ്ഞു. പറഞ്ഞോടെ? പറഞ്ഞില്ലമ്മ. എടി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവർ രണ്ടുപേരുടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലയോന്ന്. അമ്മൂമ്മ വഴക്കുണ്ടാക്കാതെ അമ്മൂമ്മയുടെ പാട്ടിന് പോവാന്. പറഞ്ഞോ അങ്ങനെ? ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞില്ലമ്മ. പറഞ്ഞില്ലേ അങ്ങനെ? അപ്പൊ എന്തോടി ഞാൻ കള്ളം പറയുവാന്നോ? അല്ല, അങ്ങനെയല്ല. ആ, ഞാൻ വന്ന് നിന്നോട് ചോദിച്ചോ? അപ്പൊ നീ എടുത്ത വായിക്ക് എന്തോ പറഞ്ഞ് അമ്മൂമ്മയുടെ കാര്യം നോക്കി പോകാന്. അമ്മ പറഞ്ഞായിരുന്നു അങ്ങനെ? അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെ, പക്ഷെ ടോൺ ഇതല്ലായിരുന്നു. കേട്ടോ കേട്ടോ, പറഞ്ഞത് കേട്ടോ? എന്തെങ്കിലും ബഹുമാനം ഉണ്ടോ നോക്കിയവർക്ക്? ഏത് കേശോ, എന്തെങ്കിലും പറഞ്ഞ എനിക്ക് ചാടി ഓട്ടം ഇച്ചിരി കൂടുതലാണ്. ഇങ്ങോട്ട് വേണം. പിന്നെ അല്ലാതെ പിന്നെ അമ്മ ഇങ്ങനല്ലെന്ന് ടോൺ വ്യത്യാസം ഉണ്ടെന്ന് ഈ അമ്മൂമ്മയാണ് എല്ലാത്തിനും കാരണം. എന്തിനാ അമ്മൂമ്മ ഇങ്ങനെ കാണിക്കണത്? എടാ, ഇവിടെ വന്ന് നിൽക്കടാ. ഇല്ല,
ഇവിടെ വന്ന് നിൽക്കടാ. അടിക്കരുത്. കേശു ഇവിടെ വന്ന് നിൽക്കടാ. ഇവിടെ നിൽക്കടാ. ഇവിടെ നിൽക്കടാ. അടിക്കരുത്. എന്റെ കൈ വിട്. ഏത് ടോൺ ആണെങ്കിലും അങ്ങനെ പറയാമോ? എന്റെ കൈ വേദനക്കണ്ട്, കൈ വേദനക്കണ്ട്. ഏത് ടോണാണെങ്കിലും അങ്ങനെ പറയാമോ? പറയാമോ? നീ എന്താ ചൂടായത്? ഞാൻ പോലും എന്റെ അമ്മയുടെ ഇങ്ങനെ ചൂടായിട്ടില്ല. എണീക്കടാ, എണീക്കടാ. ചോള പോലെയല്ല. മേല അമ്മമ്മ എടുത്ത് ഇങ്ങനെ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടാ. പഠിക്കണം. അവനാണ് എല്ലാത്തിനും കാരണം. കേശു, നീ എന്താ എല്ലാരേക്കാളും വളർന്നാ? എന്റെ അച്ഛനും അമ്മയാന്നാ ഇപ്പൊ അവരുടെ തോന്നല്. അമ്മൂമ്മക്ക് എന്തോ അമ്മൂമ്മ പ്രശ്നം കൊണ്ടാണ്ടിരിക്കാം അമ്മൂമ്മ. ഇവിടെ എഴുതേക്കരുത്. ബുക്കെടുത്ത് നോക്കൊടുക്ക്. പഠിക്കട്ടെ ഇരുന്ന് രണ്ടെണ്ണോ. മൊബൈലിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ പോലെ അടിച്ചു പഠിക്കും ഞാൻ. പോയത് പഠിക്ക് ചെല്ലി. അപ്പുറം വരുന്ന് പഠിക്ക് ചെല്ലി. ഇവിടെ ഇരിക്കണ്ട. പോ ചെല്ലി. എണീക്കടാ, എണീക്കടാ, എണീക്ക്, 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 എണീക്ക്. പോയിരുന്ന് പഠിക്കടാടാ. ഞാൻ പോയമ്മ. പോയിരുന്ന് പഠിക്കടാ. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. പടം കണ്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് മറ്റേ പോയിക്കോ, പോയിക്കോ, പോടാ. ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ. പിള്ളേരല്ലേ മാ, ക്ഷമി. പിള്ളേരല്ലേ പിണ്ണാക്കല്ലെന്ന് പറഞ്ഞിരുന്നോ? അവസാനം തോളെ കയറുന്ന ചെവി എന്നുമ്പോ പഠിച്ചോളൂ. ഒരു കാര്യമില്ലാതെ വെറുതെ അമ്മയുടെ അത് മേടിച്ചു കൂട്ടി. നീ പറഞ്ഞ ശരിയാടാ, ടോണിന്റെ പ്രശ്നമാ. ഞാൻ പറഞ്ഞ ടോൺ വേറെ, അമ്മൂമ്മ കേട്ട ടോൺ വേറെ, അമ്മ മനസ്സിലാക്കിയ ടോൺ വേറെ. ആ ടോണൊക്കെ വേറെ ആണെന്നെങ്കിൽ അടിയുടെ ടോൺ എല്ലാം സെയിം ആയിരുന്നു. പോയിന്റ് കനത്തിന് കിട്ടുകയും ചെയ്തു. എന്ത് രണ്ടുപേരും ഭയങ്കര വിഷമത്തില്? അയ്യോ ഒന്നുമില്ലെങ്കിലേ, അമ്മൂമ്മയായിട്ടൊരു ചെറിയ ഉടക്ക്. അമ്മൂമ്മയുടെ നിങ്ങൾക്ക് കിട്ടിയ പ്രശ്നം അമ്മൂമ്മയായിട്ടാണെങ്കിലേ കിട്ടിയത് അമ്മയുടെ അമ്മയായിട്ട് കിട്ടി. അമ്മൂമ്മ അപ്പുറത്ത് എന്നിട്ടേ എന്നെ പറ്റി ഇവരോട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പുറത്തേന്ന് എന്ത് പറഞ്ഞെന്ന്? ഞാൻ അമ്മൂമ്മ പറപ്പിക്കുമെന്ന്. എപ്പോ പറഞ്ഞങ്ങനെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ആ ഇതാണ്, ഇത് വെറും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന്. കറക്റ്റ് ആങ്കളെ, ഞങ്ങളുടെ കാര്യത്തിൽ ശരിക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ എന്റെ കാര്യത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും അല്ലേ? ആയിരിക്കും. ഏതായാലും പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. ഓക്കെ. നിങ്ങളും ഭവാനി അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദിയ ഭവാനി അമ്മയെ ഇവിടെ നിന്ന് ഓട്ടിക്കുന്ന വല്ലതും പറഞ്ഞാ? അങ്ങനെ പറഞ്ഞാൽ ഈ സാധനത്തിന് ഞങ്ങൾ ഇവിടുന്ന് ഓട്ടിക്കും. ആ അപ്പം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി. ഇത് വെറും മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇത് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓ, അപ്പോൾ നമുക്ക് ഇത് നേരെ പോയി അങ്ങോട്ട് സോൾവ് ചെയ്യാം. അങ്കിളാണോ സോൾവ് ചെയ്യാൻ പോണേ? അല്ല അല്ല അങ്കിളെ, ഞങ്ങൾക്ക് ഇപ്പം ഈ വീടിന്റെ ഊഞ്ഞാലിൽ എവിടെങ്കിലും ഇരിക്കാൻ പറ്റുന്നുണ്ട്. അങ്കിള് പോയി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരും പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വാഴക്കാല ജംഗ്ഷനിൽ നിന്നാലും അമ്മ ഓട്ടിക്കും. ഞാനത് തന്നെ പപ്പയോട് പറഞ്ഞത്. കറക്റ്റാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം സംസാരിക്കാൻ പോകുന്നത് ഞാനല്ല, പിന്നെ ഹൈമയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അല്ല, ആന്റിയെ കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അതെന്ത് ശിവ അങ്ങനെ ഒരു വർത്താനം? നിനക്ക് തന്നെ വിശ്വാസമില്ലേ? അല്ല, വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എന്നാലും ചോദിക്കണമല്ലോ. വേണ്ട വേണ്ട, നീ കൂടൊന്നും പറയണ്ട. മോനെ ഉണ്ണിക്കുട്ട, നീ പറയും ആന്റി സോൾവ് ചെയ്ത് ഓക്കെ അല്ലേ? ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ അത്ര അല്ല എന്നാ ഞാൻ പിന്നെ സോൾവ്. ഞാൻ ചെയ്തില്ല. അവരെല്ലാം കൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ ചെയ്യില്ല. വേണ്ട അങ്ങനെ പറയല്ല ആന്റി. അങ്ങളെക്കാളും ഭേദം ആന്റിയാ. ഉറപ്പാണല്ലോ? ഉറപ്പ്. മാറ്റി പറയും. ഫിക്സ് ആണല്ലോ? ആ ഡൺ ഡൺ. കം ഓൺ. ആ നീലു, നീലു, എന്തേ? നീലു, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം? അല്ല, ഈ ഭവാനി അമ്മയും ദിയയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. എൻ്റെ അമ്മയും ദേയും തമ്മിൽ ദേ ഇവിടുന്ന് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഭവാനി അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ എന്നിട്ട് എന്നോട് പറഞ്ഞു, ദിയ മനഃപൂർവ്വം ഭവാനി അമ്മ ഇവിടുന്ന് പുറത്താക്കാനുള്ള എന്തോ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം പിന്നെ ഞാനത് അറിഞ്ഞ പാട് വന്ന് ചോദിക്കാനുള്ള മര്യാദയില്ലേ, അതാ ഞാൻ വന്നത്. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം എനിക്കറിയില്ല. അങ്ങനെ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമുണ്ടോ ഇവിടെ? എനിക്കും അറിയാൻ പാടില്ല, അത് ചോദിക്കാനാ വന്നത്. ആരാ അമ്മയോട് പറഞ്ഞത്? ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടതാ. കണ്ടോ, ഇതുങ്ങൾ മാത്രമല്ല അറിഞ്ഞു, ഈ ചെറുതും ഉണ്ടായിരുന്നു. ഞാനാ? അമ്മ എന്താ കേട്ടത്? എടി, ഞാൻ രാവിലെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ റൂമിനകത്ത് ഇരുന്ന് ചർച്ച ചെയ്യുക. അമ്മൂമ്മ ക്രൂരയാണ്, അമ്മൂമ്മ കൊള്ളരുതാത്തവളാണ്, അമ്മൂമ്മയെ പറവർത്തണം, അമ്മൂമ്മ കണ്ണിച്ചോരയില്ലാത്തവളാണ്, അമ്മൂമ്മ അടിമക്കണ്ണാണ്, അതുകൊണ്ട് അമ്മൂമ്മ ഇവിടുന്ന് പറവർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ മക്കളോട് ചോദിച്ചു നോക്ക്. അപ്പം ഈ ചെറുത് പറയുവാന്നേ, അമ്മൂമ്മക്കിട്ട് എന്ത് പണിയാ കൊടുക്കാൻ പോന്നേന്ന്. കേശു പറഞ്ഞോണോ ഇങ്ങനെ? പറഞ്ഞു കേട്ടോ കേട്ടോ?
ഡാ, തന്നെ സത്യം തന്നെ ഞാൻ പറഞ്ഞ് അത് കേട്ട് ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത്. ഇനി പ്രോബ്ലം സത്യമാ ഒരു മിനിറ്റ് പോരാ. അവനോട് പോയതാ? വരും, വെയിറ്റ്. ഈ ബുക്ക് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ആ, ഇതിലെ കഥ അറിയാമല്ലോ. ആ 4 പിള്ളേരും അമ്മൂമ്മയും അതല്ലേ? ഇതിനകത്തെ അമ്മൂമ്മയെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനകത്തെ അമ്മൂമ്മയെ കുറിച്ചോ? അതേത് അമ്മൂമ്മ? എന്താ കഥയിൽ അമ്മൂമ്മ ഉണ്ടായിക്കൂടി? അമ്മുമ്മ, ഈ കഥയിൽ ഒരു അമ്മുമ്മയുണ്ട്. ആ അമ്മുമ്മയ്ക്കാണ് കണ്ണിച്ചോര ഇല്ലാത്തതും ഭയങ്കര ക്രൂരമായിട്ടുള്ളതൊക്കെ. ആ അമ്മുമ്മനെ പറപ്പിക്കണ കാര്യമാണ് ഞങ്ങൾ കൂടിയിരുന്ന് പറഞ്ഞത്. ഞങ്ങൾ പാറുവിന് ഈ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എൻ്റെ ഒരു കാര്യം ഞാൻ വിചാരിച്ചേ എന്നെക്കുറിച്ച് പറഞ്ഞതാന്ന്. എനിക്ക് എന്തൊരു തമാശയായി പോയി. രാവിലെ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതാണോ തമാശ? എടി നീ അതങ്ങ് വീട്. ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയതാ. രാംകുമാറെ, ഹൈമവതി കൊച്ചൊന്നും ചെയ്തില്ല. എൻ്റെ അറിവില്ല കൊണ്ട് പറ്റും. കഥയിലെ അമ്മൂമ്മയല്ല, ശരിക്കും ഈ അമ്മൂമ്മനെ പറപ്പിക്കുന്നത്.